വാർത്താ മാധ്യമ രംഗത്തെ ശക്തിയായ സ്ത്രീ സാന്നിധ്യം വ്യത്യസ്തമായ വാർത്താ അവതരണത്തിലൂടെ തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി അർഹതകൾ നേടിയെടുത്ത ശ്രീമതി സുജയ പാർവതിയാണ് ഇന്ന് നമ്മളോടൊപ്പം. വെൽക്കം സുജയ. നമസ്കാരം. സുജയ പാർവതി, ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ജേർണലിസ്റ്റ്, ഇങ്ങനെ ഒരു ടൈറ്റിൽ അതിനെ എങ്ങനെ കാണുന്നു? അങ്ങനെയൊരു ടൈറ്റിൽ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന ഒന്നല്ലേ. അതിൽ ബോൾഡ് എന്ന ഭാഗത്തിനാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാവരിലും ഉള്ളതാണ്, എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. പക്ഷേ സൗന്ദര്യം എന്ന് പറയുന്നത് ആപേക്ഷികവുമാണ്. പക്ഷേ നമ്മൾക്ക് സ്ഥിരമായി വേണ്ടത് ബോൾഡായിരിക്കുക, ആ ഒരു ബോൾഡ്നെസ്സോട് കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുക, അതൊക്കെ ആയിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ടൈറ്റിൽ അത് നമ്മളെ കാണുന്ന അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തരികയാണെങ്കിൽ അത് സ്വീകരിക്കുക എന്നല്ലാതെ ഞാൻ ഇതാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നതാണ് എന്ന് സ്വയം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആളുകൾ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൽ സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പം ബോൾഡ്നെസ് ഉള്ളവരായിരിക്കണം സ്ത്രീകൾ, പ്രത്യേകിച്ച് ബോൾഡായിട്ട് കാര്യങ്ങളെ അവതരിപ്പിക്കണം എന്ന് തന്നെയാണ് സുജയ പറയുന്നത്. ജീവിതത്തിൽ എല്ലാ മനുഷ്യരും ബോൾഡായ തീരുമാനങ്ങൾ എടുക്കണം. അതിപ്പോൾ ഞാനായാലും മാഡം ആയാലും നമ്മൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഞാനത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ ഏറ്റവും വേണ്ട ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ സ്വന്തം ജീവിതത്തിലെ തീരുമാനങ്ങൾ അതെടുക്കുന്നതിന് അത് കൃത്യമായി ആലോചിച്ചുറപ്പിച്ച് എടുക്കാൻ സാധിക്കണം. ആ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം. അതിനെയാണ് ഞാൻ ഈ 4 അക്ഷരം BOLD അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബോൾഡ് ഡിസിഷൻസ് എന്ന് പറയുന്നത് അത് മെയിൽ ആൻഡ് ഫീമെയിൽ എലൈക്ക് ഒരുപോലെ തന്നെ നമുക്ക് എടുക്കാൻ കഴിയണം. ആ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും കഴിയണം. പക്ഷേ നമ്മുടെ നാട്ടിൽ പലപ്പോഴും സ്ത്രീകൾക്കൊരു ബോൾഡായിട്ടൊരു അഭിപ്രായം പറയാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അവിടെ വ്യത്യസ്തമായി നിൽക്കുമ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ ഞാൻ ഒരിക്കലും ബോൾഡായി നിൽക്കുകയല്ല, ഞാനായി നിൽക്കുകയാണ്. അപ്പോൾ അത് കാഴ്ചയിൽ ഒരുപക്ഷെ ബോൾഡായി നിൽക്കുന്നതായിട്ട് തോന്നുന്നതാകാം. ഞാൻ 1% പോലും ഞാനല്ലാതെ ഒരിടത്തും നിന്നിട്ടില്ല. അതിലെനിക്ക് അതെൻ്റെ ഒരു ഉറച്ച തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഞാൻ ബോൾഡാണ്. അതായത് ഞാനായിട്ട് മാത്രമേ എക്സിബിറ്റ് ചെയ്യുകയുള്ളൂ. അത് ഓൺ ക്യാമറ ആയാലും, ഇപ്പോൾ ഓൺ ക്യാമറ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതായാലും പുറത്തായാലും ഈ ഒരു വ്യക്തിയെ കാണാൻ കഴിയുള്ളൂ. ജെനുവിനായിട്ട് നമ്മളെ തന്നെ എക്സിബിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആളുകൾക്ക് നമ്മിൽ ഒരു വിശ്വാസം തോന്നും, സ്നേഹം തോന്നും. അവർ പറയുന്നത് ശരിയാണല്ലോ, എനിക്ക് പറയാനുള്ളതാണല്ലോ അവർ പറയുന്നത്. ആ ഒരു കണക്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയായിരിക്കും ഈ ബോൾഡ് എന്നുള്ള ഒരു ഐഡന്റിറ്റി കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഈ ഒരു ജേർണി നോക്കുമ്പോൾ ദൂരദർശനിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു എഡിറ്റോറിയൽ വിങ്ങിലേക്ക് എത്തി നിൽക്കുന്നു. വാർത്താ മാധ്യമ രംഗത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്ന ആ മാറ്റങ്ങളെ എങ്ങനെയാണ് സുജയുടെ കണ്ണിലൂടെ കാണുന്നത്? ഇപ്പോൾ വിപ്ലവകരമായ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന റിപ്പോർട്ടറാണെങ്കിൽ ഇപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയോട് കൂടിയാണ്. സാങ്കേതിക തികവിൽ ഇന്ന് മലയാള ദൃശ്യമാധ്യമങ്ങളിൽ മാത്രമല്ല മറ്റ് ഭാഷകളിലുള്ള മാധ്യമങ്ങളിൽ തന്നെ മുന്നിലേക്ക് എത്തി നിൽക്കുന്ന അത്രയും സാങ്കേതിക തികവുള്ള ഒരു ടീമിനൊപ്പമാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ്രൂ അഗസ്റ്റിൻ സർ ആയാലും ഈ ഒരു ഫേമിലേക്ക് എന്നെ വിളിക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ ടാലൻറ്റിനൊപ്പം തന്നെ നിൽക്കുന്ന സാങ്കേതിക വിദ്യ കൂടിയുണ്ട്. അങ്ങനെയുള്ള ഒരു ഫുൾ ടീമിനൊപ്പം ജോലി ചെയ്യാനാണ് ക്ഷണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റത്തിൽ ഏറ്റവും പുതിയ മാറ്റത്തിനൊപ്പമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നാളെ ഇതിനേക്കാൾ വലിയ മാറ്റങ്ങൾ ഈ സ്ഥാപനം തന്നെ കൊണ്ടുവന്നേക്കാം. അപ്പോൾ ആ മാറ്റത്തിനൊപ്പം നമ്മളും അതിനനുസരിച്ച് ചലിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും സ്റ്റാൻഡ് സ്റ്റിൽ ആയി പോകരുത് എന്നുള്ളതാണ്. ദൂരദർശനിൽ തുടങ്ങി ഞാനിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ദൂരദർശൻ എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന ശിലയാണ്. അതെ, അടിത്തറ കെട്ടി ഒരു പതിയൊരു വീട് ഉയരുന്നത് പോലെയാണ്. ഇനിയിപ്പോൾ അതൊരു 2 നില വീടാകാം, 3 നില വീടാകാം, ആ വീടിന് കൂടുതൽ മോടി കൂട്ടാം. പക്ഷെ നമ്മൾ അടിസ്ഥാനമിട്ട ഇടം അത് മറക്കാൻ പാടില്ല. അവിടെ നിന്ന് തുടങ്ങി ആ യാത്രയിലുടനീളം നമ്മൾ വന്ന വഴികളെ വിസ്മരിക്കാതെ എന്നാൽ ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ട് പോകണമെന്ന്. അതെ, ഗ്രോത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചിലപ്പോൾ ചില വാല്യൂസ് ഒക്കെ വിട്ട് കളയാറുണ്ട്. റിലേഷൻഷിപ്സ് നമ്മൾ ബ്രേക്ക് ചെയ്യാറുണ്ട്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഞാൻ ഒരു ബന്ധങ്ങളും മുറിച്ചിട്ടില്ല. ഒരു ബന്ധങ്ങളും മുറിക്കാതെയാണ് യാത്ര. ഒരു സ്ഥാപനത്തോട് തൊട്ട് ഇവിടെ വരെയുള്ള ആ ജേണിയിൽ അങ്ങനെ ഒരു ഒരു സ്ഥാപനത്തെ തീർച്ചയായും ആ ഓരോ സ്ഥാപനത്തോട് നമ്മൾ എപ്പോഴും പറയുമല്ലോ, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം. തുടങ്ങിയ സ്ഥാപനം മുതൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥാപനം വരെ. ഇതേ റിപ്പോർട്ടറിൽ തുടക്കകാലത്ത് 2011 ഞാൻ ജോലി ചെയ്തതാണ്. അതിൻ്റെ അന്നത്തെ ചുമതലക്കാരനായിരുന്ന നികേഷ് കുമാർ സാറാണ്. സാറിനെ ഞാൻ എൻ്റെ ഒരു പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. സാറൊക്കെ സ്ക്രീനിൽ ജ്വലിച്ച് നിൽക്കുന്നത് കണ്ട് ആ സമയത്ത് സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയിരുന്ന ആളാണ് ഞാൻ. എനിക്കിന്ന് സാർ ഉണ്ടായിരുന്ന, ഇപ്പോൾ സാർ കുറച്ച് നാൾക്ക് മുൻപാണ് സാർ എഡിറ്റോറിയൽ ബോർഡിൽ നിന്ന് ഇറങ്ങിയത്, പൂർണ്ണ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് മാറിയത്. അതിന് തൊട്ട് മുൻപ് വരെ അന്ന് കണ്ട 2011 റിപ്പോർട്ടറിൻ്റെ ആദ്യ ശില സ്ഥാപിച്ചത് മുതലുള്ള ആ ടീമിനൊപ്പം നിന്ന അതേ ആളെ വീണ്ടും 13ാമത്തെ വർഷവും തിരിച്ചു വിളിച്ച് കയറ്റണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയും ആ സ്ഥാപനവും അന്നത്തെ ഉടമയും തമ്മിലുള്ള ബന്ധം അത്രയും സ്ട്രോങ് ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു നോ മതി.
എനിക്കൊപ്പം വന്ന് ജോലി ചെയ്തപ്പോൾ കൊള്ളില്ലായിരുന്നു. ആ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന സ്ഥാപനത്തിലാണ് ഞാൻ ഏറ്റവും ദീർഘമായ കാലയളവിൽ ജോലി ചെയ്തത്. എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചത് അവിടെയുള്ളവരാണ്. അതിലൊരാളുമായിട്ട് പോലുമുള്ള ഒരു ബന്ധം മുറിക്കേണ്ട ഒരു സാഹചര്യം എനിക്കില്ല. അത് ആ സ്ഥാപനത്തോടുള്ള എൻ്റെ ഒരു കൂറാണ്. അതെവിടെ ജോലി ചെയ്താലും നമ്മൾ കൂറുള്ളവരായിരിക്കണം. കാരണം ഒരു മാസം നമ്മൾ അവിടെ നിന്ന് ശമ്പളം വാങ്ങി ജോലി ചെയ്തതാണ്. ശമ്പളത്തെക്കാൾ ഉപരിയായി നമ്മൾ ആ സ്ഥാപനത്തിന്റെ ഭാഗമായിരുന്നു. ഞാൻ ഓൺ ചെയ്യുന്നുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, നമ്മളൊരു എംപ്ലോയി ആയിരിക്കുമ്പോൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി മറ്റൊരു സ്ഥാപനത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ പാടയും മറക്കുകയും അല്ലെങ്കിൽ അതിനെ ഒരു ക്രിട്ടിസൈസിങ് നേച്ചറിലേക്കൊക്കെ പോകുന്ന അത്തരത്തിൽ ചിന്തിക്കാൻ സാധ്യതയുള്ളിടത്ത് സുജയ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഡിഫറെൻ്റ് എന്നുള്ളതല്ല, എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ചെറുപ്പം മുതലേ അല്ലെങ്കിൽ ചെറിയ പ്രായം മുതലേക്ക് ഇതിനോടൊരു താല്പര്യം, അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ്, ജേർണലിസം, ഇങ്ങനെ ഇതിലേക്കൊരു താല്പര്യം ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ആരാണ് എക്സാക്റ്റ് ഒരു ജേർണലിസത്തിലേക്ക് ഗൈഡ് ചെയ്തത്? അങ്ങനെ ഒരാളെ എടുത്ത് പറയാൻ കഴിയില്ല. ഞാൻ നികേഷ് സാറിന്റെ കാര്യം പറഞ്ഞല്ലോ. നികേഷ് സാറ് സ്ക്രീനിൽ കണ്ട് നമുക്ക് അങ്ങനെ ഒരു താല്പര്യം തോന്നിയിട്ടില്ല. രാജ്ദീപ് സർദേശായി ആയാലും അങ്ങനെ മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും ഞാൻ ഹിന്ദി ന്യൂസ് ചാനൽസ് ഒന്നും ചെറുപ്പത്തിലധികം കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളത് കാണാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. കൂടുതലും ഈ രണ്ട് ജാനറിൽ നിന്ന് മാത്രമാണ് എനിക്ക് നോക്കാൻ പറ്റിയിട്ടുള്ളത്. പത്രം വായിക്കുന്ന ഒരു ശീലം വേണം, അല്ലെങ്കിൽ പത്രം വായിക്കണമെന്ന് പറഞ്ഞു തന്നിട്ടുള്ളതൊക്കെ അച്ഛനാണ്. അപ്പോൾ അങ്ങനെ പത്രം വായിക്കും, പുസ്തകങ്ങൾ വായിക്കും, ലൈബ്രറിയിലെ പുസ്തകങ്ങൾ വായിക്കണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ടീച്ചേഴ്സാണ്. ഈ വായിച്ചു തുടങ്ങിയ സമയത്താണ് എഴുതാൻ പറ്റുമെന്ന് മനസ്സിലായത്. അങ്ങനെ എഴുതുമ്പോൾ അത് പ്രോത്സാഹിപ്പിച്ച അധ്യാപകരുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളം അധ്യാപകർക്കൊരു നല്ല ക്രെഡിറ്റ് ഉണ്ട്. കാരണം എന്നെ പഠിപ്പിച്ചിട്ടുള്ള, ചെറിയ ക്ലാസ് മുതലേ പഠിപ്പിച്ചിട്ടുള്ള, അക്ഷരം പഠിപ്പിച്ചത് മുതൽ ഇങ്ങോട്ട് പഠിപ്പിച്ചിട്ടുള്ള മലയാളം അധ്യാപകർക്ക് ഒരു വലിയ താല്പര്യം, ഉച്ചാരണമൊക്കെ നല്ലതാണ്. അപ്പോൾ പ്രസംഗ മത്സരങ്ങൾക്ക് പോകണമെന്ന് അങ്ങനെ എൻ്റെ അച്ഛൻ ഒരിക്കലും എന്നെ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് പ്രസംഗത്തിന് കൊണ്ടുപോകണം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇവള് നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രസംഗിക്കാനായിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ്, അച്ഛൻ്റെ ഒരു സുഹൃത്ത് മുൻ DCC പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു, ജോഷി ഫിലിപ്പ്, കോട്ടയത്തെ. അപ്പോൾ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പൊതുവേദിയിൽ കൊണ്ടുപോയി ഒരു കവലയിലൊക്കെ നിന്ന് പ്രസംഗിക്കാൻ. അപ്പോൾ അന്ന് വളരെ ചെറുതാണ്, ഇതേക്കുറിച്ചൊന്നും അറിയാതെ പറഞ്ഞു തന്നത് എന്താണോ അത് പറയുക. പിന്നീടാണ് എഴുതി തയ്യാറാക്കിയ പ്രസംഗങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയത്. പിന്നീട് വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൽ സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പിന്നീട് മാറി. പിന്നെ അങ്ങ് ഒരു പ്രസംഗ തൊഴിലാളിയായിട്ട് മാറുമായിരുന്നു. അതാണ് സംഭവിച്ചത്. അങ്ങനെ ആയിപ്പോയതാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഈ മീൻസ് എൻ്റെ അഭിരുചികൾക്ക് പറ്റുന്ന ഒരു മേഖല ഇതാണ് എന്നുള്ള ആ ഒരു അറിവ്. കാരണം അറിയാലോ, ഇപ്പോഴൊക്കെ നമുക്ക് കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ ഓരോ ചെറിയ ചെറിയ മേഖലകൾ എടുത്ത് പഠിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ജേർണലിസം എടുക്കണം എന്ന് സ്വയം തോന്നിയതാണോ, അതോ ആരുടെയെങ്കിലും ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നോ? അത് എങ്ങനെയോ സംഭവിച്ചു പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഈ പോലീസുകാരിയാവണം, അങ്ങനെ യൂണിഫോമിനോടൊക്കെ അതൊക്കെ കാണുമ്പോൾ ഒരു ക്രേസ് ആയിരുന്നു. അങ്ങനെ പോലീസ് ആവണം, അങ്ങനെയൊക്കെയുള്ള നമ്മൾ ചെറുപ്പത്തിൽ പറഞ്ഞു തുടങ്ങുന്ന ആഗ്രഹങ്ങൾ അതൊക്കെയാണല്ലോ. പോലീസ് ആവണം, കളക്ടർ ആവണം. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആളുകളെയൊക്കെ സഹായിക്കണം, അങ്ങനെ അങ്ങനത്തെ സഹായിക്കണം എന്നൊക്കെയുള്ള വലിയ വലിയ തോന്നലുകളായി. പിന്നെ ഇങ്ങനെ മാറി മാറി വരും. നമ്മുടെ ഒരു ടീനേജ് ഒക്കെ ആകുമ്പോഴത്തേക്കുമാണ് ശരിക്കും നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുക. അപ്പോൾ ഈ പല പല അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ട് അച്ഛൻ അപ്പോഴേ അറിയാമായിരുന്നു എവിടെയെങ്കിലും പോയി ഇത് ലാൻഡ് ചെയ്യും എന്നുള്ളത് അറിയാമായിരുന്നു. അച്ഛൻ്റെ ആഗ്രഹം ഞാൻ വിചാരിക്കുന്നത് സിവിൽ സർവീസിലേക്ക് പോകണം. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അതായിരിക്കും നല്ലത് എന്നത് അങ്ങനെ അച്ഛൻ തോന്നിയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ പറയുകയും ചെയ്തിരുന്നു. പക്ഷെ ആ വഴിക്ക് ഞാൻ പോയില്ല. ഞാൻ നേരെ +2 കഴിഞ്ഞതും +2-ന് തന്നെ ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ സ്കൂളിൽ നിന്ന് എനിക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ തന്നെ മാത്സ് സ്ട്രീമിലേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് അങ്ങ് പോകുമായിരുന്നു. അപ്പോൾ അവിടെ അത് എനിക്കിങ്ങനെ ഒരു ചെറിയ നിരാശ തോന്നി തുടങ്ങി. ഞാൻ എൻ്റെ ഒരു വഴി ഏതാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു +1 +2 അപ്പോഴാണ് ഞാൻ ഫിക്സ് ചെയ്തത് ഇതിലേക്ക് ആയിരിക്കും എനിക്ക് താല്പര്യം ഉണ്ടാവുക എന്ന്. അങ്ങനെ ഈ കോഴ്സുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കുമാണ് എൻ്റെ കെമിസ്ട്രി ടീച്ചറിൻ്റെ ഭർത്താവ് ഇംഗ്ലീഷ് അധ്യാപകനാണ്. അങ്ങനെയാണ് ഞാൻ ഡിഗ്രി ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ചങ്ങനാശ്ശേരി സെൻറ്റ് ബർക്ക്മാൻസ് കോളേജിലേക്ക് വരുന്നത്. ആ ഒരു കെമിസ്ട്രി ഇംഗ്ലീഷ് കണക്ഷനാണ്. അപ്പോൾ ആ ടീച്ചർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളേജിൽ ഇന്ന കോഴ്സ് ഉണ്ട് എന്നത് എനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്രെഡിറ്റ്, അതായത് ജേർണലിസം എന്നുള്ള കോഴ്സിലേക്കുള്ള ഫസ്റ്റ് ക്രെഡിറ്റ് കെമിസ്ട്രി ടീച്ചറിനാണ്. കെമിസ്ട്രി ടീച്ചർ ഇംഗ്ലീഷ് പഠിക്കാൻ പറഞ്ഞു എന്നുള്ളതാണ്. അതെ, ട്രിപ്പിൾ മെയിൻ കോഴ്സ് ആയിരുന്നു. അതിലൊന്ന് ജേർണലിസം ആയിരുന്നു, പിന്നെ കുറച്ച് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സബ്ജക്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ.
അങ്ങനെ അത് പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നേരെ ജേർണലിസം ഒന്ന് തീരുമാനിച്ചല്ലോ. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴത്തേക്കും അധ്യാപകർ, പ്രത്യേകിച്ച് മരിച്ചുപോയി എൻ്റെ ഒരു സാറ് ജോർജ് തോമസ് എന്ന് പറയുന്നത്, GT സാറിന് വിളിക്കുന്നത്. അപ്പോൾ സാറ് ആണ് ശരിക്കും ഈ ജേർണലിസം പറ്റും. സാറ് കരുതിയത് ഞാൻ പ്രിന്റ് അല്ലെങ്കിൽ അഡ്വർടൈസിങ്ങിലേക്ക് പോകുമെന്നാണ്. അപ്പോൾ അത്യാവശ്യം എഴുതുമായിരുന്നു. അങ്ങനെ അതാണ് സാറ് വിചാരിച്ചത്. അപ്പോൾ ഞാനും ഏതാണോ നമുക്ക് പോകട്ടെ, അവിടെ ചെന്ന് കഴിഞ്ഞ് സ്പെഷ്യലൈസ്. അതെ, MCJക്ക് ചേർന്നു. അപ്പോഴേക്കും പിന്നെ ഏകദേശം ഒരു ധാരണയായി. ഡിഗ്രി ഫൈനൽ ഇയർ ആയപ്പോൾ തന്നെ ഈ പ്രസന്റേഷൻസ് ഒക്കെ ലൈവ് ചെയ്തൊക്കെ തുടങ്ങി. ഫൈനൽ ഇയർ കഴിഞ്ഞ ഉടനെയാണ് ദൂരദർശനിൽ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ അവസരം വന്നു. അവിടെ പോയി ജേർണലിസം പഠിച്ചുകൊണ്ട് അത് ചെയ്തു. പിന്നെ ഫസ്റ്റ് ഇയർ ആയപ്പോഴേക്കും കൈരളിയിൽ ട്രെയിനി ജേർണലിസ്റ്റ് ആയിട്ട് കയറി. പിന്നെ ഇങ്ങനെ ഒരു യാത്ര എങ്ങനെ പോയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്താണെന്നൊരു തീരുമാനം എടുക്കേണ്ട ഒരു ഇത് അങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇപ്പം സുജയ പറയുന്ന പോലെ അടുത്തത് എന്താണെന്ന് ഞാൻ അങ്ങനെ പ്രിപ്പയർഡ് ആകാറില്ല. പക്ഷെ അതൊരു എന്നോട് ചോദിച്ചില്ലേ ചോദ്യങ്ങൾ, ഞാൻ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ യാത്ര എനിക്ക് ശരിക്ക് ഇവിടെ ഇവര് പലപ്പോഴും നമുക്ക് ഇവിടെ ഈ പ്രൊമോ ഷൂട്ട് ചെയ്യും. അപ്പോൾ ഗോപൻ എന്ന് പറയുന്ന സാറാണ് അതിന്റെ ഹെഡ്. അപ്പോൾ പുള്ളി വന്നിട്ട് ഇങ്ങനെ കുറേ സ്ക്രിപ്റ്റ് പഠിപ്പിക്കുമ്പോഴത്തേക്ക് എനിക്കിത് കാണാതെ പഠിച്ച് ഓർമ്മ നിൽക്കില്ല. അത് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ എന്തെങ്കിലും പറയുമെന്ന് പറയും. അപ്പോൾ കുറേ സമയം എടുക്കും, കുറേ ടേക്സ് വരും അങ്ങനെ കാണാതെ പഠിച്ച് പറയുകയാണെങ്കിൽ. ഈ ഒരു ഫീൽഡ്, മീഡിയ ഫീൽഡ് ഒത്തിരി തിരക്കുകളുണ്ട്. നമുക്ക് ചിലപ്പോൾ സമയബന്ധിതമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പ്രത്യേകിച്ച് നമ്മൾക്ക് സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്, പബ്ലിക്കും ഒക്കെ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ഒരു സമയബന്ധിതമായിട്ട്, എസ്പെഷ്യലി കുടുംബം വർക്ക് ചെയ്യണമെന്ന്. അപ്പോൾ ഒരു വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെ മാനേജ് ചെയ്യുന്നു അതിനെ ഞാനൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയാം. എൻ്റെ FD വീട്ടിലാണ്, ഓഫീസിലല്ല. അപ്പോൾ നമ്മൾ FD എന്താ ചെയ്യുക? FD നമ്മൾ എടുക്കുകയില്ല. FDക്കുള്ള വാല്യൂ ആണോ നമ്മൾ എപ്പോഴും പിൻവലിച്ചുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടിനുള്ളത്? ഒരിക്കലും അല്ലല്ലോ. അപ്പൊ അതുപോലെയാണ് എൻ്റെ വർക്ക് ലൈഫ് ബാലൻസ്. അങ്ങനെയാണ് എൻ്റെ FD, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ്, 2 മക്കൾ, അതാണ് എൻ്റെ കുടുംബം എന്ന് പറയുന്നത്. ബാക്കി അച്ഛനും അമ്മയും നേരത്തെ മരിച്ചുപോയി. പിന്നെ ബാക്കി എക്സ്റ്റെൻഡഡ് ഫാമിലി ഉണ്ട്. എന്നാൽ പോലും ഈ 3 പേർക്കുള്ള പ്രാധാന്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ, പണത്തിനായാലും പദവിക്കായാലും എന്തിനായാലും. അപ്പോൾ എൻ്റെ FD ഞാൻ നല്ലതുപോലെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ ആ FDക്കുള്ള സമയം FDക്ക് കൊടുത്തിട്ടേ ബാക്കി കാര്യങ്ങളിലേക്ക് പോകും. ക്വാണ്ടിറ്റി ഒബ്വിയസ്ലി ലെസ് ആണ്, കാരണം പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാനിപ്പോൾ രാവിലെ, ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പായാലും അതിന് മുൻപുള്ള ഏകദേശം 6 മണിക്കൂറോളം സമയം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ലൈവിലായിരുന്നു. അപ്പോൾ അതിന് ബ്രേക്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് എപ്പോഴും അതേപോലെ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇപ്പുറത്ത് അത്രയും സമയം ചെലവഴിക്കാൻ പറ്റുന്നത്. കാരണം എന്നെ അവൈലബിൾ ആകുന്ന സമയത്ത് ഞാൻ പിന്നീട് ഓഫീസിലെ ഒരു കാര്യത്തിനായിട്ടും ഞാൻ അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിനായിട്ട് അങ്ങനെ പോവില്ല. അവർക്കൊപ്പം ഇല്ല. കാരണം FD എടുക്കില്ല ഞാൻ. FDയുടെ സമയം FDക്ക്. എന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് സുജയ ഇപ്പോൾ തന്നത്. ഫാമിലി FD ആണ്. അപ്പോൾ അവിടെ കൊടുക്കേണ്ട ടൈം, ക്വാളിറ്റി ടൈം, അതിന് മാത്രം. പലപ്പോഴും കാണുന്നത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സ്ത്രീകൾ മിക്സ് ചെയ്യാറുണ്ട്. ഓഫീസിലെ കാര്യങ്ങൾ വീട്ടിലേക്കും, വീട്ടിലെ കാര്യങ്ങൾ ഓഫീസിലേക്കും കൊണ്ടുവന്ന്. അപ്പം വളരെ അതിനെ രണ്ടും പ്രൊഫഷണൽ പേഴ്സണൽ കൃത്യമായിട്ടുള്ളൊരു ബൗണ്ടറി ഇട്ട് സെറ്റ് ചെയ്ത് അത് നന്നായിട്ട് മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റും. സ്ട്രഗിൾസ് ഉണ്ട് കേട്ടോ. അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. കാരണം മെസ്സേജസ് ആയിട്ട് ഇപ്പം പണ്ട് നമുക്ക് ഫയൽ എടുത്തുകൊണ്ട് പോകണമായിരുന്നു, ഒരാവശ്യമില്ല. മൊബൈലിൽ നമുക്ക് ചിലപ്പോൾ അപ്ഡേറ്റ്സ് വരും, മെസ്സേജസ് വരും, ഓൺ കോൾ ചില കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ആ സ്ട്രഗിൾസിനെയും മാനേജ് ചെയ്ത് പോകുന്നു. അതെ, ഇപ്പോൾ വീട്ടിലായാലും ഇപ്പോൾ വീട്ടിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ. ആ സപ്പോർട്ട്, അതായത് FD നമുക്ക് എടുക്കാതിരിക്കണം, അല്ലെങ്കിൽ FDയുടെ ടൈം നമുക്ക് എടുക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഫാമിലി അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റമായിട്ട് തന്നെ ഉണ്ടാവണം. ഇപ്പോൾ ഞാനിപ്പോൾ ലേറ്റ് നൈറ്റ് വരെ വർക്ക് ചെയ്തിട്ട് വീണ്ടും ഏർലി മോർണിംഗ് പോകേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ എനിക്ക് ആ ഒരു മീറ്റിംഗ് ടൈം, ആ ദിവസത്തെ ഞങ്ങളുടെ ക്വാളിറ്റി ടൈമാണ് ഞാൻ അവിടെ നഷ്ടപ്പെടുത്തുന്നത്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. സമയം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കാത്തതാണ്. പക്ഷെ അതിനിടയിൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ, ഫോൺ അവൈലബിൾ ആണ്, വീഡിയോ കോൾസ് ചെയ്യാം, സംസാരിക്കാം. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഉച്ച സമയത്ത്, അതായത് കുട്ടികൾ സ്കൂൾ വിട്ടുന്ന ഒരു സമയത്ത് ഒരു ജസ്റ്റ് 1 മിനിറ്റ് ആണെങ്കിൽ പോലും ഡെയിലി ആ ഒരു കോൾ അത് നിർബന്ധമാണ്. ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ, അതായത് വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വർഷം സംസാരിക്കുന്ന അതേ രീതിയിലും അതേ ഇൻറ്റൻസിറ്റിയിലും പരസ്പരം സംസാരിക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഭക്ഷണം കഴിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യ വർഷമായിരിക്കുമല്ലോ മിക്കവാറും ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ കാണുന്നത്. അതിപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 14ാമത്തെ വർഷമാണ്. ഇന്ന് ഉച്ചയ്ക്കും അത് തന്നെയാണ് സംസാരിച്ചത്. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ വേണേൽ പുകഴ്ത്തി പറയാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നീ പുകഴ്ത്തി പറയേണ്ടുള്ളത് പറഞ്ഞു.
അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്, അതിന് നമ്മൾ ടെക്നോളജിയെ ഉപയോഗിക്കുക. ഇപ്പൊ നമുക്ക് ഒരു വാട്സാപ്പിന്റെ തന്നെ ഗ്രൂപ്പ് കോളിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് അച്ഛനും അമ്മയും വേറെ സ്ഥലത്ത് മക്കൾ വേറെ സ്ഥലത്താണെങ്കിലും ഡെയിലി കോൺവെർസേഷൻ നിർബന്ധമാണ്. സംഭാഷണം ഇല്ലാതാവുമ്പോഴാണ് ബന്ധങ്ങൾ. തീർച്ചയായിട്ടും ഇത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പലരും പറയാറുണ്ട് ഞങ്ങൾ ഒരുമിച്ചല്ല, പ്രത്യേകിച്ച് പേരൻസും കുട്ടികളും മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫും മാറി നിൽക്കുന്ന. അപ്പം ആ ഒരു ഡിസ്റ്റൻറ്റ് റിലേഷൻഷിപ്പാണ് ഇന്ന് കൂടുതൽ. പക്ഷേ നമുക്ക് പലപ്പോഴും ഇതുപോലെ ഒത്തുകൂടാൻ സമയം കിട്ടാതെ വരുമ്പോൾ നമുക്ക് ടെക്നോളജി അവിടെ യൂസ് ചെയ്യാം അല്ലേ. ഒരു വീഡിയോ കോൾ, അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ്, ഒരു ഹായ്, അല്ലെങ്കിൽ ഒരു ഇമോജി, ഇറ്റ്സ് ഇനഫ്. ഞാൻ തന്നെ ഓർക്കുന്നുണ്ടെന്ന് പറയാൻ, അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യാൻ വളരെ വളരെ നല്ല. ബ്രേക്കപ്സ് ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ആ റിലേഷൻ ബ്രേക്ക് ആവാതെ നോക്കണം. ബ്രേക്ക് ആവുന്ന എപ്പോഴാണ്? കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാവുമ്പോൾ. ചാനലിലെ വാർത്താ താരം വീട്ടിലെ ഒരു സ്ട്രിക്റ്റ് മോമാണോ? സ്ട്രിക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരിക്കലും അല്ല. ഇപ്പൊ മോളൊക്കെ ശരിക്കും ഫ്രണ്ട്സിന്റെ കൂട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നിക് നെയിംസ് ഒക്കെ വിളിക്കുന്ന അത്രയും. ഇപ്പൊ അത് പിന്നെ മാത്രമല്ല, എൻ്റെ ഒരു സ്ട്രെസ് ഉണ്ടാകുന്ന ലെവൽ എത്രയാണെന്നൊക്കെ അവർക്ക് അറിയാം. കാരണം ഈ ജോലിയുടെ ഒരു സ്ട്രെസ് എത്രത്തോളം ഉണ്ടാകും. എനിക്ക് തോന്നുന്നു അതും ആ കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ കണ്ടിങ്ങനെ നമ്മളിപ്പോ ഇതിനകത്ത് കുറച്ചിങ്ങനെ ശബ്ദമൊക്കെ ഇങ്ങനെ ഇപ്പൊ കണ്ടിന്യൂസ് ലൈവിൽ ഇപ്പം കുറെ ദിവസം സംസാരിച്ചുകൊണ്ട് എൻ്റെ ആക്ച്വൽ ശബ്ദം അല്ല, അടഞ്ഞിരിക്കുന്ന ശബ്ദമാണ്. അപ്പൊ ആ ശബ്ദം അടഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ ചുമച്ചാൽ തന്നെ ആദ്യം ചോദിക്കും. വീട്ടിൽ ചെന്ന് കയറുമ്പോഴേ എന്ത് പറ്റിയെന്ന്, ശബ്ദമൊക്കെ ഇങ്ങനെ ആയിരുന്നല്ലോ, അങ്ങനെ ആ ഒരു ടോണിലാണ്. അപ്പോൾ അങ്ങനെ എന്നെ കെയർ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ഞാൻ കെയർ ചെയ്യുന്നതിനേക്കാളും എന്നെ കെയർ ചെയ്യുന്ന മക്കളാണ്. അപ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ എന്ത് പ്രൊഫഷനിൽ എവിടെയൊക്കെ എത്തിയെന്ന് പറഞ്ഞാലും നമ്മളുടെ ഫാമിലിയിലേക്കാണല്ലോ ചെല്ലുന്നത്. മാത്രമല്ല ഇപ്പൊ അവരെ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവരെയും കൂടി ഉൾപ്പെടുത്താതെ എനിക്ക് മാത്രമായിട്ടൊരു നേട്ടമെന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ പിന്നാലെ പോവില്ല. അവരെയും കൂടി ഉൾപ്പെടുന്ന നേട്ടങ്ങൾ മതി. അങ്ങനെ തന്നെയാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് മോം ആവേണ്ടെന്ന കാര്യമില്ല. ഇല്ല, അവര് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും സ്ട്രിക്റ്റ് മോം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളെപ്പോഴും വഴക്ക് പറയുന്ന ഡിസിപ്ലിൻ. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ടീനേജിലോട്ട് കുട്ടികൾ കയറുമ്പോൾ അതുവരെ നമ്മുടെ നാട്ടിലൊരു കോൺസെപ്റ്റില്ല, കുഞ്ഞല്ലേ കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഓൾ ഓഫ് എ സഡൻ ടീനേജ് ആകുമ്പോഴത്തേന് പേരൻസ് സ്ട്രിക്റ്റ് ആവാൻ തുടങ്ങുന്നു. അത് ശരിക്കും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അതിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ആ പ്രായത്തിൽ അച്ഛൻ ഒറ്റയ്ക്കാണ് എന്നെ വളർത്തിയത്. ഇപ്പോൾ എൻ്റെ മകൾക്ക് അച്ഛനും അമ്മയും ഉണ്ട്. അപ്പോൾ അച്ഛൻ ശരിക്കും അമ്മയുടെ ഒരു കെയറും കൂടി ചേർത്താണ് ആ സമയത്ത് എന്നോട് കാണിച്ച ഒരു കെയർ. അതായത് നമ്മൾക്ക് ഈ ഒരു 12th അല്ലെങ്കിൽ 12 വയസ്സിൽ നിന്ന് 13 വയസ്സിലേക്കൊക്കെ കയറുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഈ മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നത്. മാത്രമല്ല ഫ്രണ്ട്സ്, അതുവരെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിന് പോരാന്ന് തോന്നും, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയും. അപ്പോൾ അത് എനിക്കും ഉണ്ടായിട്ടുള്ളതാണ്, അത് എൻ്റെ മകൾക്കും ഉണ്ടാകുന്നത് എനിക്ക് തിരിച്ചറിയാൻ കഴിയണം. ഞാൻ പറയുന്നത് നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് മോം ആവുക എന്നുള്ളതാണ്. സ്ട്രിക്റ്റ് മോമിന് എന്നതിനേക്കാളും ഞാൻ മനസ്സിലാക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് മോം. പേരൻസ് കുട്ടികളെക്കാളും വേഗത്തിൽ ഇമ്പൾസീവ് ആകുന്നതാണ് ഇന്നത്തെ പ്രശ്നം. ട്രിഗർ ആവും. എൻ്റെ ക്യാരക്ടർ അങ്ങനെ, ഞാൻ പെട്ടെന്ന് ട്രിഗർ ആവുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ ഞാനത് കൺട്രോൾ ചെയ്ത് പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡോളസൻസിന്റെ ചേഞ്ച് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഈ ഒരുപാട് അഗ്രസീവ് ഇതിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ എന്ന് പറയുന്നത് ഞാൻ കടന്നു വന്ന ജനറേഷനേക്കാൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കാരണം അവർക്ക് ഈ കോവിഡ് ലോക്ക്ഡൌൺ വന്നപ്പോഴേക്കും ഒരുപാട് ആക്സസ് കിട്ടി. അപ്പോൾ അവർക്ക് ലോകം നമ്മളെക്കാൾ അറിയാം, സാധ്യതകൾ അറിയാം. അതെ, അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും ആ ഒരു ആക്സസേ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ അച്ഛൻ എന്നോട് സ്ട്രിക്റ്റ് ആയിരുന്നിരിക്കാം, അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അമ്മയും സ്ട്രിക്റ്റ് ആയിരുന്നിരിക്കാം. എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരൻസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അടിക്കുമെന്നൊക്കെ അവർ വന്ന് പറയും. പക്ഷെ അങ്ങനെയുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേരൻറ്റിങ് കൊണ്ട് നമ്മൾ എന്ത് നേടുന്നു എന്നത് കൂടിയുണ്ട്. അവരായിട്ട് വിടുക. ഇപ്പോൾ എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചതുപോലെ ഞാൻ സിവിൽ സർവീസിലേക്കല്ല വന്നത്, പക്ഷേ ഞാൻ തിരഞ്ഞെടുത്ത മേഖലയിൽ ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മകൾക്ക് എന്താണോ വളർന്നു വരുമ്പോൾ അവൾ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ അവൾ പോവുക, നന്നായിട്ട് നല്ല ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കുക, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ ടീനേജിലേക്ക് കയറുമ്പോൾ പേരൻസ് ഭയങ്കരമായിട്ട് ആൻഷ്യസ് ആകുന്ന കാണാം കുട്ടികളെ ഓർത്ത്. കാരണം ഇപ്പം എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്താൽ ഫ്യൂച്ചറിൽ എന്താകും, നാളെ അവളുടെ അല്ലെങ്കിൽ പാർട്ട്ണർ റിലേഷൻഷിപ്പിൽ എന്താകും, അവളുടെ മാരേജിൽ എന്താകും, അങ്ങനെ ഒരു ഫ്യൂച്ചർ ആൻസൈറ്റി വെക്കേണ്ട കാര്യമേ ഇല്ല അല്ലേ? ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലല്ലല്ലോ. ഇപ്പൊ നാളെ ഞാൻ ഉണ്ടോ എന്നറിയില്ല. ഇപ്പൊ ഈ സംസാരിച്ചിരിക്കുന്ന അടുത്ത മൊമെന്റിൽ നമുക്ക് ബ്രീത്ത് ഉണ്ടാവുമോ എന്ന് നമുക്കറിയില്ല. പിന്നെ നമ്മൾ എന്തിനാണ് ഈ ലോങ് ടേമിലേക്ക് നോക്കി അങ്ങനെ സ്വപ്നം കാണുന്നത്? കുട്ടികൾ അവർ വളർന്നു വരട്ടെ. ഇപ്പോൾ എൻ്റെ മകളാണെങ്കിലും ഈ പറയുന്ന രീതിയിൽ എല്ലാ സബ്ജക്റ്റുകൾക്കും ഫുൾ മാർക്ക് വാങ്ങിക്കുന്ന ആളൊന്നുമല്ല. വേണമെങ്കിൽ അവിടെ ഇരുത്തി പഠിപ്പിച്ച് ഫുൾ മാർക്ക് വാങ്ങിപ്പിക്കാം, സ്പൂൺ ഫെഡ് ചെയ്യാം, അവളിലുള്ള ആ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്, പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള അവളുടെ ഒരു ഈഗർനെസ് ഉണ്ട്, അതൊക്കെ നഷ്ടപ്പെടും.
ഇഷ്ടപ്പെടും. പല കാര്യങ്ങളും പുതുതായിട്ട് പഠിക്കാനായിട്ടൊക്കെ. ഇപ്പോൾ അവള് മറ്റ് ലാംഗ്വേജസ് പഠിക്കാനായിട്ട് ആഗ്രഹം കണ്ടിട്ട് ഈ ഡ്യുവോലിംഗോ ഒക്കെ എടുത്തിട്ട് അതിൽ അവൾ തന്നെയാണ് ഓരോ കാര്യങ്ങൾ പോയി ചെയ്ത് നോക്കുന്നത്. അങ്ങനെ പാട്ട് പഠിക്കുന്നതിനായാലും അങ്ങനെ ഓരോ കാര്യത്തിനും അവൾ എടുക്കുന്ന ഇൻട്രസ്റ്റ് വഴി അവൾ അവളുടേതായ ഏരിയാസ് നോക്കിയിട്ട് അതിലൊന്നിൽ അവൾ സെറ്റിൽ ഡൗൺ ചെയ്യും, ഞാൻ ചെയ്തതുപോലെ. അപ്പോൾ അതൊരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നതാവണമെന്നില്ല. അതിൽ അവൾ സെറ്റിൽ ഡൗൺ ചെയ്യട്ടെ. അവളെന്നല്ല, ഏത് കുഞ്ഞായാലും ആ കുഞ്ഞിൻ്റെ ഒരു കരിയർ ആ കുഞ്ഞ് ഒരു +1 +2 ആവുമ്പോൾ ഡിസൈഡ് ചെയ്യും. ഷുവറാണ്. അതിപ്പോൾ എഞ്ചിനീയറിംഗ്, മെഡിസിൻ അങ്ങനെയുള്ള പരമ്പരാഗത മേഖലയാണെങ്കിൽ അതിന് നമുക്ക് ഫിനാൻഷ്യലി അസിസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല കോളേജസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അസിസ്റ്റൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ അവരുടെ മേലിൽ നമ്മൾ ഓവർ പവർ ചെയ്യരുത്. ഓവർ പവർ ചെയ്ത് അവരുടെ ക്രിയേറ്റിവിറ്റിയും പോകും, അവരുടെ നല്ല ഒരു ലൈഫും പോകും. ശരിക്കും ഈ ഒരു 15 വയസ്സ് വരെയൊക്കെയുള്ള സമയമാണ് അവരെ നമ്മൾ ഫ്രീ ആക്കി വിടേണ്ടത്. അതേസമയം തന്നെ അവർ മറ്റു ലഹരിയോ അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഫ്രീഡം വിത്ത് ഗൈഡൻസ്. യെസ്. അടുത്തിടെ എനിക്ക് കിട്ടിയ ഒരു കേസ് എന്ന് പറയുന്നത്, അവർ 3 ഫ്രണ്ട്സ് ചേർന്നിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പോൾ അതിൽ ഫ്രണ്ട് റിമൂവ് ചെയ്തു, ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തു. ഭയങ്കര ഡിപ്രസ്ഡ് ആയിപ്പോയി കുട്ടി. അപ്പോൾ ഡിപ്രസ്ഡ് ആയി പോയപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഈ 3 പേരുള്ള ഗ്രൂപ്പിനകത്ത് മാത്രം, അല്ലെങ്കിൽ ആ ഒരു സങ്കടത്തെ ഓവർകം ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം അല്ലെ അത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മളൊരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് തന്നെ നിൽക്കണം അല്ലേ? അത് ഞാൻ മക്കളുടെ കാര്യം മാത്രമല്ല, നമ്മൾ നമ്മുടെ പാർട്ട്ണറോടും അങ്ങനെ ആയിരിക്കണം. കാരണം നമ്മുടെ പാർട്ട്ണറിനും ജോബ് റിലേറ്റഡ് സ്ട്രെസ് ഉണ്ടാവും. എൻ്റെ ഹസ്ബൻഡ് IT റിലേറ്റഡ് ആണ് ജോലി ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ഉണ്ടാകും ഈ ഒരു ഇമോഷണൽ ആകുന്നത്, ആൻസൈറ്റി വരുന്നത്, സ്ട്രെസ് വരുന്നത്. അത് നമ്മുടെ ജോലി മാത്രമല്ല. നമ്മൾ എപ്പോഴും വിചാരിക്കും നമുക്കാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന്. നമ്മളാണ് ഈ ലോകം മുഴുവൻ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത്. ഒന്നുമില്ല, നമ്മൾ അങ്ങോട്ട് മാറിയിരുന്നാലും ലോകം പൊക്കോളും. അത്രേ ഉള്ളൂ. അത്രയും സിമ്പിളാണ്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സുജയ പേരൻറ്റിങ്ങുമായിട്ടും ഫാമിലി ലൈഫുമായിട്ടും ഒക്കെ ചേർന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മൾ ടിപ്പുകളുടെ കാലമാണല്ലോ. അപ്പോൾ ക്യാൻ യു ഷെയർ ഫ്യൂ ടിപ്സ് ഫോർ പേരൻറ്റിങ്? പേരൻറ്റിങ് ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ടിപ്പാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് അതാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഏജ് നോക്കാതെ തന്നെ ത്രൂ ഔട്ട്. ഇപ്പോൾ ചെറിയ പ്രായം തൊട്ടേ ഒരു 3-4 വയസ്സാകുന്നത് പോലെ കുഞ്ഞ് അമ്മയുമായിട്ട് അല്ലെങ്കിൽ അച്ഛനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നടക്കും. ഞാൻ പേരൻ്റ് എന്നുള്ളത് 2 പേരും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പം കൂടുതൽ സമയം എൻ്റെ മക്കൾക്കൊപ്പം കൂടുതൽ സമയം കിട്ടുന്നത് അവരുടെ അച്ഛനാണ്. ഞാൻ ഈ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും രാത്രിയിൽ മിക്കവാറും 10-11 മണിയാവും. രാവിലെ അവരെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ പോരുന്നതാണ്. ഒരു 8:30 കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തിരിച്ച് രാത്രി 11-നാണ് ഞാൻ എത്തുന്നത്. എൻ്റെ യൂഷ്വൽ ഷെഡ്യൂൾ അതാണ്. അപ്പോൾ അതിനിടയിലൊക്കെ ഈ കോൾസും ഇങ്ങനെയുള്ള സംഭാഷണങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരിട്ട് നമ്മൾ ഫിസിക്കൽ പ്രസൻസ് ഉള്ള സമയം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. പക്ഷേ അവർ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയും അങ്ങനെ ഇൻട്രാക്ഷൻ എല്ലാ ദിവസവും നടക്കുകയും ചെയ്യും. നമ്മൾ അവൈലബിൾ ആയിരിക്കുന്ന സമയം നമ്മൾ അവരോട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അത് ചിലപ്പോൾ നമ്മൾ ഒന്നിച്ചിരുന്നൊരു റീലൊക്കെ കാണുന്നതായിരിക്കും. ചിലപ്പോൾ മോള് വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും ഇത് കണ്ടോ അമ്മ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന് കാണിച്ചു തരും. അപ്പോൾ ചിലപ്പോൾ ഒരുപാട് ചിരിക്കാനുള്ള എന്തെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പസിലോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ഇത് ഞാൻ തീർത്തു, ഇതിങ്ങനെയായി എന്ന് പറയുമ്പോൾ നമ്മൾ അതിലൊന്ന് കുറച്ച് നമ്മൾ ഇൻവോൾവ് ആകണം. അപ്പോൾ ഞാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം നമ്മൾ പറയുന്നത് മാത്രം കേട്ട് ചെയ്യാനുള്ളവരല്ല കുഞ്ഞുങ്ങൾ. മോണോലോഗ് അല്ല, ഡയലോഗ് ഉണ്ടാവണം. ഒരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്. അതെ, അവരുടെ ഭാഗത്തുനിന്ന് ഇൻപുട്സ് എടുക്കണം. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കോമഡി ഇതൊക്കെ ആയിരിക്കും അവർ കൊണ്ട് കാണിച്ചു തരിക. പക്ഷെ നമ്മൾ ആദ്യം കാണുന്നത് പോലെ അവർക്കൊപ്പം ഇരുന്ന് വീണ്ടും കാണുമ്പോൾ അവർക്കതൊരു സന്തോഷമാണ്. പിന്നെ ചിലപ്പോൾ ഒക്കെ നല്ല സിനിമയൊക്കെ ഒന്നിച്ചിരുന്ന് കാണുന്നത്, അങ്ങനെ ഇൻട്രാക്ഷൻസ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അതായിരിക്കാം അങ്ങനെ പേരൻസും കുട്ടികളും തമ്മിലുള്ള ഒരു ബോണ്ടിങ് സ്ട്രോങ് ആക്കുക, ഒരു ബോണ്ടിങ് ഉണ്ടാവും, ഒരു ബോണ്ടിങ്ങിലേക്ക് പോവുക. അത് നമ്മൾ ഫ്രണ്ട്സിനോട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുക, ഫ്രണ്ട്സും അവരും നമ്മൾ എന്തെങ്കിലും ബാരിയേഴ്സ് വെച്ചിട്ടാണോ, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുക, എല്ലാ കാര്യവും പറയും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാ കാര്യവും നമ്മൾക്ക് 4 പേർക്കും അറിയാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സുജയ എനിക്കറിയാം സ്ട്രെസ്സുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് WHO കണക്ക് പറയുന്നത് 4-ൽ ഒരാൾക്ക് ഇന്ന് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസായിട്ട് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കൈൻഡ് ഓഫ് സ്ട്രെസ്സസിനെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? സ്ട്രെസ് ശരിക്കും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, ഓൾവേസ് ലൈക്ക് എ ഷാഡോ. നമ്മൾ സ്ട്രെസ് ഇല്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നുണയാണ്. എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്. അതിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കായാലും എല്ലാവർക്കും അതിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്ന പെർസെൻറ്റേജസ് അത് ഡിഫറെൻ്റ് ആയിരിക്കുമെന്നേ ഉള്ളൂ. ചില ദിവസങ്ങളിൽ നമുക്ക് വർക്കിംഗ് അവേഴ്സ് കൂടുതലായിരിക്കും. അതിങ്ങനെ പോകുമ്പോഴേക്കും നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബോഡി ഫിസിക്കലി നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ഇപ്പോൾ എനിക്ക് ശബ്ദം പോയിരിക്കുകയാണ്, പക്ഷെ എന്നാലും നമ്മളൊരു കോസിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട്
നമുക്ക് അതിന് സ്ട്രെസ് ഇല്ലാതെ ജോലി ചെയ്യാൻ പറ്റും. അതേസമയം ഇതേ സിറ്റുവേഷൻ വേറൊരു നമ്മൾ അത്രയും ഇൻട്രസ്റ്റ് എടുക്കാത്ത ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സ്ട്രെസ് ഭീകരമായിട്ട് ഫീൽ ചെയ്യും. ചിലപ്പോൾ ഭയങ്കര സ്ട്രെസ് ആയി പോയി കഴിഞ്ഞാൽ ആ സ്ട്രെസ് നമ്മളെ ഒരു ആൻസൈറ്റി സിൻഡ്രോം ആ രീതിയിലേക്ക് അതിലേക്കൊക്കെ കൊണ്ടുപോകും. കൂടി നമുക്ക് ആൻഷ്യസ് ആകാം, നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും, ഡിപ്രസ്ഡ് ആവും, അങ്ങനെയാണല്ലോ അതിന്റെ ഒരു കണക്ഷൻ. അതെ, ഞാൻ ശരിക്കും കുറച്ചൊക്കെ ഇവിടെ പലരും എന്നെ കളിയാക്കാറുണ്ട്, അങ്ങ് ഇമോഷണൽ ആണ്. അത് ഇമോഷണൽ ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സ്ട്രെസ് ഹോൾഡ് ചെയ്യില്ല, ഞാൻ കളയും, ഞാൻ അപ്പം തന്നെ കളയും. ഇപ്പോൾ അല്ല, പലർക്കും അറിയാത്ത ഒരു കാര്യം അത് സുജയ, അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ സുജയ പറഞ്ഞ ആ പോയിന്റ് വളരെ നമുക്കിതുമായിട്ട് കണക്ട് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൊയ്മുഖങ്ങളില്ല, ഞാൻ എപ്പോഴും റിയലായിട്ട് നിൽക്കും. ബോൾഡ് എന്നുള്ളതിനേക്കാളും ഒരു റിയലാണ് എനിക്കിഷ്ടം. അപ്പോൾ ഈ ഇമോഷൻസിനെ നമ്മൾ ഒത്തിരി സപ്രസ് ചെയ്യാതെ ബെൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ഒത്തിരി സ്ട്രെസ്സിനെ ഇല്ലാതാക്കാം. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം പലരും ഇന്ന് ചെയ്യുന്നത് ഇത് സപ്രസ് ചെയ്ത് വെച്ചിട്ട് ഒരു നെഗറ്റീവ് വേ ഓഫ് വെൻറ്റിങ് ചെയ്യാറുണ്ട്. ചിലർ സപ്രസ് ചെയ്ത് വെച്ച് അത് അല്ലെങ്കിൽ ഒരു അഡിക്ഷൻസിലോട്ട് പോകാറുണ്ട്. ഒരു പോസിറ്റീവ് വേ ഓഫ് വെൻറ്റിങ്, സുജയ് അങ്ങനെ ഒരു പോസിറ്റീവ് വേ ഓഫ് വെൻറ്റിങ് ആണോ ചെയ്യുന്നത്? എനിക്ക് അത്രയും അടുപ്പമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാനത് അപ്പോൾ തന്നെ അതങ്ങ് എക്സിബിറ്റ് ചെയ്യും. ഇപ്പം ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാനതങ്ങ് ദേഷ്യപ്പെട്ടങ്ങ് തീർക്കും. അത് മിക്കവാറും ആളുകൾക്ക് ഇപ്പോൾ അറിയാം. അതായത് എൻ്റെ ഒരു ക്ലോസ് സർക്കിളിൽ വരുന്ന എല്ലാവർക്കും അറിയാം. സങ്കടം വന്നു കഴിഞ്ഞാൽ അപ്പം കരയുമെന്നറിയാം, ദേഷ്യം വന്നു കഴിഞ്ഞാൽ അപ്പം പൊട്ടിത്തെറിക്കുമെന്നറിയാം. അത് പക്ഷേ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പരമാവധി ഞാൻ നിയന്ത്രിച്ച് നിർത്താറുണ്ട് അങ്ങനെ സംഭവിക്കാതെ. കാരണം നമ്മുടെ ഒരു അത് ശരിക്കും ഒരു നല്ല ക്വാളിറ്റി അല്ല നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നത്. എങ്കിൽ പോലും നമ്മൾ ആ സ്ട്രെസ് ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോഴേക്കും അത് നമ്മളെ വല്ലാതെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പം പലരും തരാറുള്ളത് തെറ്റായ ഒരു ഉപദേശമാണ്. എനിക്ക് ഒരുപാട് പേര് തന്നിട്ടുള്ളൊരു ഉപദേശമാണ്, അങ്ങനെ നമ്മൾ കാണിക്കാൻ പാടില്ല, നമ്മൾ അങ്ങനെ കരയാൻ പാടില്ല, സപ്രസ് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഭയങ്കര ബോൾഡ് അല്ലേ, നിങ്ങൾ എന്തിനാണ് പിന്നെ കരയുന്നത്. ഞാൻ പക്ഷേ എൻ്റെ വേ ഓഫ് ഡൂയിങ് അങ്ങനെയാണ്. ഞാൻ അതിലും എനിക്ക് ഒട്ടും ഒരു 0.01% പോലും എനിക്ക് അതിൽ ഫേക്ക് ചെയ്യാനില്ല. അപ്പോൾ പിന്നെ കരഞ്ഞ് നമ്മളൊന്നും നേടാനല്ലല്ലോ നോക്കുന്നത്, ഇന്നത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയല്ല. നമുക്കത് പറഞ്ഞ ഇമോഷൻ നമ്മൾ പുറത്ത് വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും തല്ലിപ്പൊട്ടിച്ചൊക്കെ ദേഷ്യം തീർക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് സ്ട്രെസ് കരച്ചിലായിട്ടാണ് പുറത്ത് വരിക. 2 രീതിയിലേ നമ്മുടെ ദേഷ്യം പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഈ 2 രീതിയിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രക്ഷൻ ആകാതെ നമ്മുടെ തന്നെ ഒരു ഓൺ ഫീലിംഗ്സിലൂടെ കളയാന്നുള്ളത്. അതെ അതെ. ഈ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും ഒരു കൂട്ടം അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മെജോറിറ്റി എന്ന് തന്നെ ഞാൻ പറയും, മെജോറിറ്റി ലേഡീസും ഉണ്ട്. അവരുടെ ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു കൂട്ടം സ്ത്രീകൾ, അവരോട് ഒരു സക്സസ്ഫുൾ ലേഡി എന്നുള്ള നിലയിൽ സുജയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പ്രിവിലേജസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഒന്നുമില്ല. ഓക്കെ. അപ്പം അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രൊഫഷനിലേക്ക് വരുന്നതിന് എനിക്ക് മുന്നേ അങ്ങനെ ജോലി ചെയ്ത ആരും എൻ്റെ ഇമ്മീഡിയറ്റ് റിലേഷനിൽ ആരുമില്ല. മാത്രമല്ല ഈ ജോലി കൊള്ളില്ല, അല്ലെങ്കിൽ ഈ ജോലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, നല്ല മാർക്കൊക്കെ ഉണ്ടല്ലോ, വേറെ എന്തെങ്കിലും പഠിച്ചുകൂടെ എന്ന് ചോദിച്ച ആളുകളാണ് ചുറ്റുമുള്ളത്. അതെന്ന് പറയുന്നത് ഒരു സ്റ്റിഗ്മയാണല്ലേ. അപ്പോൾ അതിനെ അതുപോലെ സൊസൈറ്റി ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ് എന്ന് നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രിവിലേജ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മിക്കവാറും ഞാൻ മനസ്സിലാക്കുന്നു ഉദ്ദേശിച്ചത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിൻ്റെ അങ്ങനെയുള്ളവരോട് എനിക്ക് അവരോടാണ് ചോദിക്കാനുള്ളത്, ഇൻഡിപെൻഡന്റ് ആകാൻ വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്? ഇൻഡിപെൻഡന്റ് ആകാൻ വേണ്ടി നമ്മളാണ് ചെയ്യേണ്ടത്. നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യാനായി മുകളിൽ നിന്ന് ആരെങ്കിലും വന്ന് പൊക്കിയെടുക്കും എന്ന് കരുതി നിൽക്കുന്ന ആ ഒരു സംവരണത്തിന് വേണ്ടിയിട്ടുള്ള കാത്തുനിൽപ്പ് കൊണ്ട് കാര്യമില്ല. നമ്മൾ തന്നെ നമ്മളെ ഇനിഷ്യേറ്റീവ് എടുക്കണം. അതാ ഞാൻ പറഞ്ഞു, ഓരോരുത്തർക്കും ഇപ്പോൾ ബൈബിളിലൊക്കെ ആണെങ്കിൽ പറയുമല്ലോ താലന്തുകൾ, ഓരോരുത്തർക്കും അങ്ങനെയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. അപ്പോൾ ആ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കുക. ചിലർക്ക് നന്നായിട്ട് പാചകം ചെയ്യാൻ കഴിവുണ്ടാവും. ഈ വീട്ടിൽ ഇരിക്കുന്ന ഇങ്ങനെ ഡിപ്പെൻഡന്റ് ആണെന്ന് പറയുന്ന സ്ത്രീ ഏറ്റവും നല്ല പാചകക്കാരിയായിരിക്കും. അവർക്കൊരു ഷെഫായി മാറാം, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടൊരു ഇപ്പോൾ തന്നെ ഈ വീടുകളിൽ ഉണ്ടാക്കിയ ഭക്ഷണത്തിനാണ് ഇപ്പോൾ ആവശ്യക്കാരേറെ. വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം, വീട്ടിലെ രുചി കിട്ടാനാണ് ആളുകൾ തേടി നടക്കുന്നത്. അത് അവിടെ ഇരുന്ന് തന്നെ അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓൺലൈൻ വഴി എന്തെല്ലാം സാധ്യതയുണ്ട്. അവിടെ നിന്ന് തന്നെ അവർക്ക് ബ്രാൻഡിങ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ബ്രാൻഡിങ് ആൻഡ് അഡ്വർടൈസിങ് അതൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കഴിവുള്ള സ്ത്രീകൾ വേറെ ഉണ്ടാവാം. അതുവരെയൊക്കെ പഠിച്ചവരുണ്ടാവാം, പഠിച്ചിട്ട് ജോലിക്ക് പോകാതെ ഇരിക്കുന്നവർ. അങ്ങനെ അസോസിയേറ്റ് ചെയ്യാം. ഒരു പ്രദേശം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ പല കഴിവുള്ള ഒരുപാട് സ്ത്രീകളെ കാണാം. അപ്പോൾ അവർ വീട്ടിലായിരിക്കുന്നത് വെച്ച് അവർ പുറത്തേക്ക് ഇറങ്ങിയ ആളുകളുമായിട്ട് ഇന്ററാക്ഷൻസ് നടക്കണം. ഇന്ററാക്ഷൻ നടന്നാലേ നമ്മുടെ സാധ്യതകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ തന്നെ ഇടണം.
അതെ സുജയ, ഞാനൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആയതുകൊണ്ടും എനിക്ക് ആ ഒരു പാർട്ടും കൂടെ അറിയാൻ വളരെ ആഗ്രഹമുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് മീഡിയയിലൊക്കെ നിൽക്കുമ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ സ്ട്രെസ്സുണ്ട്, ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. അപ്പം മീഡിയയിൽ നിൽക്കുന്ന, പ്രത്യേകിച്ച് മീഡിയ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിൽ മെൻ്റൽ ഹെൽത്തിനുള്ളൊരു പ്രാധാന്യം എന്താണ്? മാധ്യമ മേഖലയിൽ പ്രത്യേകിച്ചും ഈ ന്യൂസിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് നെഗറ്റീവാണ് കേൾക്കുന്നതെല്ലാം. ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നെഗറ്റീവ് ന്യൂസിനെ കുറിച്ചായിരുന്നു തുടർച്ചയായിട്ട്. ഞാനത് ലിസൺ ചെയ്യായിരുന്നു. എത്ര നേരമാണ് അപ്പോൾ ഒരു നെഗറ്റീവ് ന്യൂസിൻ്റെ ഇൻഡെപ്ത് കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. എല്ലാ ദിവസവും ഒന്നുകിൽ കൊലപാതകം, അല്ലെങ്കിൽ പീഡനം, അല്ലെങ്കിൽ അതെ അപകടങ്ങൾ, പിന്നെ ചെറിയ കുഞ്ഞുങ്ങളുടെയൊക്കെ മരണം, അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്തയെങ്കിലും ഒന്നുകിൽ പത്രത്തിൽ അല്ലെങ്കിൽ ചാനലിൽ എവിടെയെങ്കിലും എത്താതെ നമുക്ക് ഒരു ദിവസം കടന്നു പോകില്ല. ഇത് സാധാരണ ഒരാളുടെ ജീവിതത്തിലെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ആ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നവരുടെ മാനസിക സ്ഥിതി ആലോചിച്ച് നോക്ക്. ഡെയിലി നെഗറ്റീവ് കൈകാര്യം ചെയ്യുമ്പോഴേക്കും നമുക്കും ആ ഒരു നെഗറ്റീവായിട്ടുള്ള വൈബ് നമ്മിലേക്ക് വരും. അപ്പോൾ വാർത്തയായിട്ട് വിടുക എന്നുള്ളതാണ് അതിനകത്ത് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. ഇപ്പോൾ ആ വാർത്തയിലെ ഉൾപ്പെട്ട ആളുകളുമായിട്ട് ചിലതൊക്കെ നമ്മൾ ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആവും. ഈ പുഴയിൽ കാണാതായ ആളുടെ ചെറിയ കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഭാര്യ പറയുന്നുണ്ട്, എനിക്കൊന്ന് അർജുൻ്റെ ഭാര്യ കണ്ണാടിക്കലെ വീട്ടിലിരുന്നിട്ട് അവർ പറയാണ്, എനിക്ക് അവസാനമായിട്ടൊന്ന് കാണണം. അപ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ അമ്മ ഇരുന്നിട്ട് പറയാണ്, എൻ്റെ മോനാണ് ആ മണ്ണിനടിയിൽ. അങ്ങനെയൊക്കെ പറയുമ്പോൾ ചില വാചകങ്ങൾ, അതായത് രാഷ്ട്രീയക്കാരുടെ വാചകങ്ങളൊന്നും നമ്മളെ അങ്ങനെ സ്പർശിക്കില്ല. പക്ഷേ മനുഷ്യരുടെ അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വാചകങ്ങൾ നമ്മളെ, എനിക്ക് പെട്ടെന്ന് ഞാൻ ഇമോഷണൽ ആവും. നമുക്ക് കൊള്ളും അത് നമുക്ക് മനസ്സിൽ കൊള്ളണം ശരിക്കും. എന്നാൽ മാത്രമേ നമുക്ക് അതിനോട് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിൽ നിന്ന് ഓവർകം ചെയ്തു വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ ഈ ഇൻസിഡന്റ് ഹോണ്ട് ചെയ്യും, എനിക്ക് ഉറപ്പാണ്. കാരണം ഈ ഇൻസിഡന്റ് തുടർച്ചയായിട്ട് ഇതേക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ആ ഒരു മെഡിറ്റേഷൻ ഒക്കെയാണ് പറ്റുന്നത്. മെഡിറ്റേഷൻ ചെയ്യുക, നമ്മൾ കുറെ സമയം വെറുതെ ഇരിക്കുക, സ്പിരിച്വലി കൂടി നമ്മൾ എൻലൈറ്റൻ ആവണം. കാരണം നമ്മുടെ ഒരു ഹോൾ ബീയിങ് എന്ന് പറയുന്നത് ഫിസിക്കൽ മാത്രമല്ലല്ലോ. നമ്മുടെ മെന്റൽ വെൽബീയിങ്ങിന് നമുക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള നമ്മുടെ ഒരു അവയർനെസ് പ്രധാനമാണ്. അപ്പോഴാണ് ശരിക്കും ഞാൻ ഒരുപാട് ക്രൈസിസിലൂടെ കടന്നാണ്. എൻ്റെ ഒരിക്കലും ഈസി ആയിട്ടല്ല ഞാൻ കടന്നു വന്നിട്ടുള്ളത്. ഒരുപാട് ക്രൈസിസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പലയിടത്തും വീണ് പോകുമെന്ന് കരുതിയ ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ സ്റ്റെപ്പ് വെച്ച് പതുക്കെ ചിലയിടത്തൊക്കെ എഴുന്നേറ്റും വീണ്ടും വീണും അങ്ങനെയൊക്കെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പിച്ച വെച്ച് നടക്കുന്നു. അങ്ങനെ തന്നെയാണ് അത്. ഈ പിച്ച വെക്കലുണ്ടല്ലോ നമ്മുടെ ലൈഫിൻ്റെ ഏത് ഫേസിലും സംഭവിക്കാം. അപ്പോഴും നമ്മൾ എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, സുജിക്ക് ഇത് വെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്പിരിച്വലി അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷനിലൂടെയൊക്കെ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തി നന്നായിട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ പലർക്കും ഞാൻ ടോട്ടലി കൺട്രോൾ അല്ല കേട്ടോ, ആളുകൾ എന്നെ ശരിക്കും അറിയാവുന്നവർക്ക് അറിയാം ഞാൻ പെട്ടെന്ന്. എന്നാൽ പോലും ഇതൊരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഞാൻ കാണുമ്പോൾ ഇന്ന് സമൂഹത്തിൽ പ്രത്യേകിച്ച് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഡേ ബൈ ഡേ കൂടി വരികയാണ്. അത് ആൻസൈറ്റി ആയാലും ഡിപ്രഷൻ ആയാലും. പക്ഷേ അവർക്കൊരു സ്റ്റിഗ്മ ആണ് ഒരു കെയർ എടുക്കാൻ, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് എടുക്കാൻ, ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ. ഈ സ്റ്റിഗ്മ കാരണം ഇന്ന് പലരുടെയും ജീവിതവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സ്റ്റിഗ്മ ഇറാഡിക്കേറ്റ് ചെയ്യേണ്ടുന്ന ആവശ്യകതയുണ്ടോ? ഒരു പ്രൊഫഷണൽ കെയർ എടുക്കണമോ? എങ്ങനെയാണ് മെൻ്റൽ ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്യേണ്ടതെന്നുള്ള സുജയുടെ ഒരു അഭിപ്രായം അറിയാൻ വ്യൂവേഴ്സിന് താല്പര്യമുണ്ടായിരുന്നു. നല്ല പ്രൊഫഷണൽസിനെ കാണുക എന്നുള്ളത് ഒരു മോശം കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഉറപ്പായിട്ടും ഞാൻ ഈ മേഖലയിൽ പ്രാവീണ്യമുള്ള ഈ അരവൈദ്യൻ ആളെ കൊല്ലുമെന്നാണ്. അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയി പെടാതിരിക്കുക. നല്ല പ്രൊഫഷണൽസിൻ്റെ അടുത്ത് പ്രൊഫഷണൽ സപ്പോർട്ട് തേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ മനസ്സാണ്. നമ്മുടെ ലൈഫിലെ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ആയി പോകും മോശം ആളുടെ അടുത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടുന്ന സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള കൗൺസിലിങ്സ് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒന്നുകിൽ നമ്മുടെ വർക്ക് റിലേറ്റഡ് മാത്രമല്ല, വർക്കിൽ പ്രശ്നത്തിനൊപ്പം തന്നെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ഉണ്ടാകുമ്പോഴത്തേക്കുമാണ് ആളുകൾക്ക് രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റാതെ വല്ലാതെ സ്ട്രെസ്ഡ് ഔട്ട് ആയി പോകുന്നതും ഡീപ്പ് ഡിപ്രഷനിലേക്ക് പോയി വീണ് പോകുന്നതും ഒക്കെ. അങ്ങനെയുള്ള സമയങ്ങളിൽ പ്രൊഫഷണൽ അഡ്വൈസ് തേടുക. ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അവിടെ ഇപ്പോൾ ഒരു 3-4 സിറ്റിംഗ് എടുത്താൽ ചിലപ്പോൾ തീരുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ അതിൽ നിന്ന് റിക്കവർ ആവുക എന്നുള്ള, റിക്കവറി ഈസ് ഇമ്പോർട്ടൻറ്റ്. കാരണം അത് നമ്മുടെ അതിൽ തന്നെ കിടന്ന് മുന്നോട്ട് പോയാൽ ഡെഫിനറ്റ്ലി ഒരിക്കലും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ പറയാനും കേൾക്കാനും ആളില്ലാത്തതിൻ്റെ പ്രശ്നം. അപ്പോൾ ഈ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അറിയുന്ന ആളല്ല. അയാളുടെ അടുത്ത് ഇത് മുഴുവൻ വെറ്റ് ചെയ്യാം, പൊട്ടിക്കരയാം, പൊട്ടിത്തെറിക്കാം. അതെ,
അത് മുഴുവൻ നമ്മൾ എനിക്ക് കുറേ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് പഠിച്ചത്. അപ്പോൾ ഈ കുമ്പസാരത്തെക്കുറിച്ച് പറയും. ശരിക്കും സംഭവിക്കുന്നത് എന്താ? അവിടെ സംഭവിക്കുന്നത് ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ചുറ്റുമൊക്കെ ഉണ്ട്. നമ്മളതിനെ കുറച്ചുകൂടെ പ്രൊഫഷണൽ വേയിൽ നന്നായി ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പോവുക എന്നുള്ളതാണ്. അല്ല എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രൊഫഷണൽ ആയിട്ട് തന്നെ ഉള്ള ആളുകൾ കൃത്യമായിട്ടുള്ള സഹായം പ്രൊഫഷണൽസിന്റെ സഹായം എടുത്തുകൊണ്ട് തന്നെ വെന്റ് ചെയ്യേണ്ടിയെടുത്തും അല്ലെങ്കിൽ ഒരു കെയർ എടുത്തും മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ സുജയ, താങ്ക് യു സോ മച്ച്. ഒരു നല്ല സെഷനായിരുന്നു. ഒത്തിരി കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ എന്തെങ്കിലും എന്നോട് ഇതിൽ നിന്ന് ഈ സംഭാഷണത്തിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും ഇൻപുട്സ് ഉണ്ടെങ്കിൽ അതോടെ തീർച്ചയായിട്ടും അല്ല, നല്ലൊരു ഡയറക്ഷനിലാണ് സുജയ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബാലൻസ് ഉണ്ട് അതിനകത്തൊരു. ഇമോഷണൽ ആകുക എന്ന് പറയുന്നത് നമ്മളെ എല്ലാ മനുഷ്യർക്കും ഉള്ള നേച്ചറാണ്. പക്ഷേ ഇമോഷണൽ ആകുന്നപ്പോൾ പ്രശ്നമില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെയല്ല, ഇമോഷണൽ ആകണം, പക്ഷെ അതിനെ നമുക്ക് കൺട്രോൾ ഇല്ലാതാകരുത്. അതെ, ഒരിക്കലും കൺട്രോൾ വിട്ട് പോകുന്ന ഒരു, ഞാൻ ഇമോഷണലായി പിന്നെ ഒരാളെ പോയി ഉപദ്രവിക്കുന്നത് അതെൻ്റെ ഇമോഷണൽ സ്റ്റേറ്റസ് ആണെന്ന് പറഞ്ഞ് എനിക്കൊരിക്കലും പഠിതപ്പാനായിട്ട് സാധിക്കത്തില്ല. എൻ്റെ ഇമോഷണൽ നിരുപദ്രവകരമായിരിക്കണം. യെസ്, ഒരിക്കലും ഡിസ്ട്രക്റ്റീവ് ആവരുത്. നമ്മളുടെ ഇമോഷണൽ എക്സ്പ്രഷൻസ് അതുപോലെ കൺസ്ട്രക്റ്റീവായിട്ട് മാറാമെങ്കിൽ ഏറ്റവും നല്ലത്. എന്നോടൊരു പെൺകുട്ടി പറഞ്ഞു, എനിക്ക് സ്ട്രെസ് വരുമ്പോൾ ഞാൻ കുപ്പി പറക്കുമെന്നു. ഞാൻ ചോദിച്ചു ഇനി വേറെ വല്ലതും ആണോ എന്നറിയാം. ഒന്നുകൂടെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ബോട്ടിൽ ആർട്ട് ചെയ്യും. 2 ആർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഫ്രീ ആയി എന്ന് പറയുന്ന പോലെ നമ്മുടെ ഇമോഷണൽ എക്സ്പ്രഷൻസ് കൺസ്ട്രക്റ്റീവ് ആകണം. കൺസ്ട്രക്റ്റീവ് ആകുമ്പോൾ അത് നമുക്കും നമ്മുടെ ചുറ്റുപാടും നിൽക്കുന്നവർക്കും ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്ക് തോന്നുന്നു സുജയ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയും ഒത്തിരി ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇങ്ങനെയൊരു ഓപ്പൺ ടോക്കിന് ഒരു അവസരം തന്നതിൽ എല്ലാവരും നന്ദിയുള്ളവരാണ്. ഒത്തിരി താങ്ക് യു സോ മച്ച്. താങ്ക് യു.